ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കാളരോട് നേർച്ചയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കണത്. അപ്പം ഞങ്ങളിതാ റോഡിൽ നല്ല ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും അയ്യാനാണ് കേട്ടോ. ഞങ്ങൾ സ്കൂട്ടിയിൽ നേർച്ച കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം കാളരോട് പള്ളിക്കൊക്കെ തലേ ദിവസമാണ് പോകാറുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ നേർച്ചയുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുന്നത്തെ വർഷമൊക്കെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർഷം ജസ്റ്റ് ചെറുതായിട്ടൊരു വ്ളോഗ് ഇടാന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇപ്പോൾ ചേലക്കര സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. ഇത് ചേലക്കരക്കാരുടെ ടീമാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വില കൂടിയ സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്ത് കണ്ട് ഇവരാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ നിന്നുള്ള സൗണ്ട് സിസ്റ്റം ആണ് തോന്നുന്നുണ്ട് കേട്ടോ. സുൽത്താൻ എന്നാണ് പേര്. ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവഴിച്ചിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഇവരാണ് കേട്ടോ നമ്മുടെ നേർച്ചയിൽ. അപ്പം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു, നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഇത് ആന പോയി, ആന ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കൂടെ പാസ് ചെയ്ത് പോവാണ്. അതിന് ബാക്കിലായിട്ടാണ് ഞങ്ങൾ കാത്തിരുന്ന സംഭവം ഉള്ളത്. ചേലക്കര മൊത്തം ഇളക്കി മറിച്ചിട്ടാണ് പോണത്. റോഡിൻ്റെ ബ്ലോക്ക് കൂടെ ഇങ്ങനെ പോകണമായിരുന്നു. ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് നേരം നിന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നേർച്ച കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ ചുറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ബാക്കിൽ ആ സംഭവം ആകെ മിന്നി തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഷാനക്ക് ഓൾറെഡി ഫ്രണ്ട്സിനായിട്ട് ചുറ്റാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അയ്യാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. ചേലക്കര മൊത്തം നേർച്ചയാണ് കേട്ടോ. അത് കാളിരോട് നേർച്ച എന്ന് പറയുമ്പോൾ പല ദേശങ്ങളിൽ നിന്ന്, അതുപോലെ പല യൂണിറ്റുകൾ, പല കമ്മിറ്റികൾ, അവരൊക്കെ അതുപോലെ യൂണിയൻകാരുടെ വേറെ, ഓട്ടോ സ്റ്റാൻഡുകാരുടെ വേറെ, അങ്ങനെ വെവ്വേറെ ഓരോ ടീമുകൾ ഇങ്ങനെ നേർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചേലക്കര സെൻറ്ററിൽ ഒരു നേർച്ചയുണ്ട്. അത് ഏത് ടീമാണെന്നുള്ളത് അറിയണില്ല കേട്ടോ. ഇനി അടുത്ത യൂണിയൻകാരുടെ നേർച്ചയാണ്. ഇത് നമ്മുടെ സ്വന്തം ചേലക്കരയിലെ യൂണിയൻകാരുടെ നേർച്ചയാണ് കേട്ടോ. ഇവർക്ക് ചെണ്ടമേളവും അതുപോലെ തന്നെ ബാൻഡ് സെറ്റൊക്കെയാണ് കേട്ടോ. മെയിൻ റോഡ് ഫുള്ളും നേർച്ചയുടെ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ ഏരിയയ്ക്കാണ്. അപ്പം അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് വീടൊക്കെ അടച്ചു പൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേർച്ചയുള്ള സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് നേരം നേർച്ച കണ്ടിട്ട് വീണ്ടും അയ്യാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഇറങ്ങിയത് ഒരു റോങ് ടൈമാണ്. കാരണം നമ്മൾ നേർച്ചയുടെ ഫ്രണ്ടിൽ കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഇടവഴിയൊന്നുമല്ല, ചെറിയ റോഡാണ്. അത് കൂടെ വേണം നമുക്ക് നേർച്ച പന്തലിലെത്താൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം നമ്മൾ ആനയുടെ ബാക്കിൽ അഴഞ്ഞിട്ട് ഇതാ നേർച്ച പന്തലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ദേശക്കാരുടെ നേർച്ച പോണത് കാണാം കേട്ടോ. അപ്പം ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് 10-10:30 വരെ നേർച്ച നമുക്ക് കാണാം. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ നാട്ടുകാർ നേർച്ച ഉണ്ടാവുക. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വന്നിട്ട് നേർച്ച കാണാറുണ്ട് കേട്ടോ. ഞാൻ എവിടെയാണെങ്കിലും നേർച്ച കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ ഷാനുഖാൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ വന്ന് കാണാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ നാട്ടിലത്തെ നേർച്ച എന്ന് പറയുന്നത് എനിക്കൊരു വികാരം പോലെയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് കണ്ടാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പറയുമ്പോൾ ഇപ്രാവശ്യം ഉമ്മയൊന്നുമില്ല, അതുകൊണ്ട് വീട്ടിലൊന്നും ആരുമില്ല, എന്നാലും ഞാൻ നേർച്ച കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പം ഇതാ ഓരോ ദേശക്കാരും അതുപോലെ അവിടുത്തെ ആനകളും അതുപോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒക്കെ ഈ സെൻറ്ററിൽ വന്നിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ നിന്നിട്ടാണ് പോവുള്ളൂ. നേർച്ചയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് ഇതാണ് കേട്ടോ. ഈ സൂഫി ഡാൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ തഫുമുട്ടില്ലാത്തൊരു നേർച്ച അത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. പിന്നെ ഒരു 5 മിനിറ്റോളം ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും വർപ്പിച്ച ഒരു സംഭവമാണ് കേട്ടത്. ഇത് ഏത് ദേശത്തെ ആനയാണെന്ന് ഓർമ്മ കിട്ടണില്ല. അപ്പം ആന വന്നിട്ട് പോണ സമയത്ത് ആന ബാക്കിലേക്ക് അണിട്ട് വരുന്നത്, ആന പോവാണ്ട്. അപ്പം ഈയിടെയായിട്ടാണെങ്കിൽ ആന ആകെ അടഞ്ഞിട്ടുള്ള സംഭവങ്ങളല്ലേ മൊത്തം ടി വിയിൽ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിട്ടോ.
അപ്പം ആന എന്നിട്ട് പോയ ശേഷമാണ് ഞങ്ങളെല്ലാവരും വീണ്ടും ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ആനയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ആന തോന്നിയ പോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പം എങ്ങനെയൊക്കെയോ ഞങ്ങളെല്ലാവരും പേടിച്ചു കേട്ടോ. കാരണം ഇവിടെയാണെങ്കിൽ ആകെ തിങ്ങി നിറഞ്ഞൊരു വഴിയാണ്, ചെറിയൊരു വഴിയാണ് ഞങ്ങളുടെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആൾക്കാർ ആദ്യം അവിടെ ഇവിടേക്കൊക്കെ ഓടിട്ടോ. പിന്നെ ആന പോയ ശേഷമാണ് നമ്മളെല്ലാവരും വന്നത്. ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടാക്കി വിട്ടിക്കാൻ കേട്ടോ. കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്തോ ഇടാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ നമ്മളൊക്കെ പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ട് ആന പോയിട്ടോ. വീണ്ടും പഴയ പോലെ തന്നെ നമ്മുടെ ഏരിയ മൊത്തം തിങ്ങി നിറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാർ മൊത്തം പേടിച്ചിട്ടോ. എല്ലാവരും, സ്ത്രീകളൊക്കെ ഭയങ്കര നിലവിളിയായിരുന്നു, കുട്ടികളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, അവരമ്മമാരൊക്കെ നല്ല ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ടീം വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ വിചാരിച്ചിട്ട് ഏതോ ഒരു വീട്ടിൻ്റെ മുന്നിൽ പോയി ഇരിക്കാൻ കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അയാനും വന്നിട്ടിരുന്നാണ്. അപ്പോൾ അയാൻ ഇതാ കുറുമ്പ് കേട്ടാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ ഒരു മാമ വന്നു കേട്ടോ. ഞാൻ ആദ്യം അയാൻക്ക് ഒരു PP വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കണ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ GPay ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്തോന്ന് അറിയണില്ല, GPay വർക്ക് ആവണില്ല കേട്ടോ. അപ്പം വേറൊരാളുടെ നിന്ന് GPay ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ അവർക്കും വർക്ക് ആവണില്ല. അപ്പോൾ രണ്ടാൾക്കും 2 പേരാണ് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് എൻ്റെ മാമ വന്നത്. അപ്പം മാമ വന്നപ്പോൾ അവനക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ അവനക്ക് PP വേണമെന്ന് പറഞ്ഞപ്പോൾ അവനേറ്റ് പോയതാണ് കേട്ടോ. അപ്പോൾ ആ നിൽക്കുന്നത് മാമൻ്റെ മോളാണ്. അപ്പോൾ മാമൻ്റെ മോളും അവനും കൂടിയിട്ട് രണ്ടാൾക്കും മേടിച്ചു കൊടുത്തിട്ടോ. അപ്പം PP വാങ്ങിയ സന്തോഷത്തിൽ അത് അവൻ എത്തിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ചെവിക്ക് സൗകര്യം ഇല്ലാണ്ടായി. എവിടെ കൂട്ടുന്നതിൽ നെക്സ്റ്റ് നമ്മുടെ അയൽ ടീമായിട്ടുള്ള ചീപ്പാറ ടീമാണ്. അപ്പം ഈ ഒരു ടൈമിലൊക്കെ അയാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് പോവാം, അവർക്ക് കാലൊക്കെ കടഞ്ഞിട്ട് വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മണി ടൈം ഇപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ കുറേ പറഞ്ഞു നമുക്ക് പോവാം, മതി ഇവിടെ നിന്നത്. അവനക്കാണെങ്കിൽ എന്താണെന്ന് അറിയില്ല, നേർച്ച പൂരങ്ങൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. അവൻ വലുതായി കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വരും കേട്ടോ. കാരണം അവനക്ക് ഈ വക സംഭവങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് അവൻ കാണിക്കണില്ല. പിന്നെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മാറുമോ, ക്യാരക്ടർ മാറുമോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ചീപ്പാറ ടീം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് നമ്മുടെ ടീം വന്ന ശേഷം നമുക്ക് പോവാം. കാരണം എനിക്ക് എന്തെന്നറിയില്ല, എൻ്റെ നാട്ടുകാരുടെ നേർച്ച കാണണമെന്ന് എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഏറ്റവും ലാസ്റ്റേ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേലും പോകാൻ പറഞ്ഞിട്ട് അവനിങ്ങനെ പിടിച്ച് നിർത്തിക്കാണ് കേട്ടോ. ഒരു 4-5 വർഷം മുന്നത്തെ നേർച്ചയ്ക്ക് എൻ്റെ അനിയനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് എനിക്ക് നേർച്ച കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇക്കാൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ അനിയന് ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നേർച്ചയൊക്കെ നടന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റാത്ത വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം ആ സമയത്ത് അവൻ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം അവൻ പോയ ശേഷം എപ്പോഴും നേർച്ചയുടെ ടൈമിൽ വരാറില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ നാട്ടിൽ ആ ഒരു ടൈമിൽ വന്ന് നിൽക്കും. അങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരെ നേർച്ച വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ട ശേഷം ഞാൻ അവിടെ നിന്ന് പോയിട്ടോ. ഇപ്പോൾ തന്നെ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അയാൻക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം നേർച്ച കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ നേർച്ച വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ.